ഉൽപ്പത്തി പുസ്തകം അധ്യായം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. വെള്ളം നിറഞ്ഞ ഭൂതലത്തിന്മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമീതെ വ്യാപരിച്ചുകൊണ്ടിരുന്നു. പ്രകാശം ഉണ്ടാകട്ടെ, ദൈവം അരുളിച്ചെയ്തു. പ്രകാശം ഉണ്ടായി. പ്രകാശം നല്ലത് എന്നു ദൈവം കണ്ടു. അവിടുന്ന് പ്രകാശവും അന്ധകാരവും തമ്മിൽ വേർതിരിച്ചു. ദൈവം പ്രകാശത്തെ പകൽ എന്നും അന്ധകാരത്തെ രാത്രി എന്നും വിളിച്ചു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 1-ാം ദിവസം. വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, ദൈവം അരുളിച്ചെയ്തു. വെള്ളവും തമ്മിൽ വേർപിരിയട്ടെ എന്നും കൽപ്പിച്ചു. അങ്ങനെ ദൈവം ഒരു വിധാനമുണ്ടാക്കി. വിധാനത്തിന് താഴെയുള്ള വെള്ളവും മുകളിലുള്ള വെള്ളവും തമ്മിൽ വേർതിരിയട്ടെ എന്നു കൽപ്പിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. വിധാനത്തെ ദൈവം ആകാശം എന്ന് വിളിച്ചു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 2-ാം ദിവസം. ആകാശത്തിന് താഴെയുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടിച്ചേർന്ന് ഉണങ്ങിയ നിലമുണ്ടാകട്ടെ, ദൈവം അരുളിച്ചെയ്തു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം കര എന്നും വെള്ളത്തിന്റെ ശേഖരത്തിന് സമുദ്രം എന്നും പേർ വിളിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ സസ്യജാലങ്ങൾ മുളയ്ക്കട്ടെ. ഭൂമിയിൽ നിന്ന് വിത്തുള്ള സസ്യങ്ങളും അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ, ദൈവം അരുളിച്ചെയ്തു. അങ്ങനെ സംഭവിച്ചു. ഭൂമി അതതു തരം വിത്തുള്ള സസ്യജാലങ്ങളും അതതു തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 3-ാം ദിവസം. പകലും രാത്രിയും തമ്മിൽ വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. ഋതുക്കൾ, ദിവസങ്ങൾ, സംവത്സരങ്ങൾ എന്നിവയെ തിരിച്ചറിയാനുള്ള ചിഹ്നങ്ങളായി ആ പ്രകാശങ്ങൾ മാറട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ ആകാശവിധാനത്തിൽ അവ പ്രകാശ സ്രോതസ്സുകളായിരിക്കട്ടെ, ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകലിന്റെ അധിപതിയായി വലുപ്പം കൂടിയ പ്രകാശവും രാത്രിയുടെ അധിപതിയായി വലുപ്പം കുറഞ്ഞ പ്രകാശവും, ഇങ്ങനെ 2 വലിയ പ്രകാശത്തെ ദൈവം ഉണ്ടാക്കി. അവിടുന്ന് നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ദൈവം ആകാശവിധാനത്തിൽ ഈ പ്രകാശങ്ങളെ സ്ഥാപിച്ചത് ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലിന്റെയും രാത്രിയുടെയും അധിപതികളായിരിക്കാനും പ്രകാശവും ഇരുളും തമ്മിൽ വേർതിരിക്കാനുമായിരുന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 4-ാം ദിവസം. ജലത്തിൽ ജീവജന്തുക്കൾ പെരുകട്ടെ എന്നും ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പക്ഷികൾ പറക്കട്ടെ എന്നും ദൈവം അരുളിച്ചെയ്തു. അങ്ങനെ ദൈവം വലിയ സമുദ്രജീവികളെയും വെള്ളത്തിൽ കൂട്ടമായി ജീവിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന അതതു തരം ജന്തുക്കളെയും സൃഷ്ടിച്ചു. കൂടാതെ അതതു തരം പക്ഷികളെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം അവയെ അനുഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രജലത്തിൽ നിറയട്ടെ, ഭൂമിയിൽ പക്ഷികളും വർദ്ധിച്ചു വരട്ടെ എന്നും കൽപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 5-ാം ദിവസം. ഭൂമിയിൽ അതതു തരം ജീവജന്തുക്കൾ ഉണ്ടാകട്ടെ. കന്നുകാലികൾ, ഇഴജന്തുക്കൾ, വന്യമൃഗങ്ങൾ എന്നിവ അതതിന്റെ വർഗമനുസരിച്ച് ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇപ്രകാരം ദൈവം അതതു തരം വന്യമൃഗങ്ങളെയും അതതു തരം കന്നുകാലികളെയും ഭൂമിയിൽ ഇഴയുന്ന അതതു തരം ഇഴജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും കന്നുകാലികൾക്കും സകല വന്യജീവികൾക്കും ഭൂമിയിൽ ഇഴയുന്ന സകല ഇഴജന്തുക്കൾക്കും അധിപതികളാകട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടുന്ന് ദൈവസ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു. പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അധീനമാക്കുക. സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേലും അധിപതികളാകുക എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സകല സസ്യങ്ങളും വിത്തോടുകൂടിയ ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കും. ഭൂമിയിലെ സകല ജീവികൾക്കും ആകാശത്തിലെ സകല പക്ഷികൾക്കും കരയിൽ സഞ്ചരിക്കുന്ന സകല ജന്തുക്കൾക്കും ജീവശ്വാസമുള്ള എല്ലാറ്റിനും ഞാൻ പച്ച സസ്യങ്ങളെല്ലാം ആഹാരമായി നൽകുന്നു എന്ന് ദൈവം അരുളിച്ചെയ്തു. അപ്രകാരം സംഭവിച്ചു. അവിടുന്ന് നിർമ്മിച്ചതൊക്കെയും ദൈവം നിരീക്ഷിച്ചു. അവയെല്ലാം വളരെ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. സന്ധ്യ കഴിഞ്ഞു ഉഷസ്സുമായി. 6-ാം ദിവസം.